അമേരിക്കയും റഷ്യയുമെല്ലാം പല പുതിയ വിമാനങ്ങളും ഇന്ത്യക്ക് നൽകാമെന്ന് പറയുമ്പോഴും ഇന്ത്യക്ക് വില കുറച്ച് തരാമെന്ന് പറയുമ്പോഴും ഇന്ത്യ അത് ചെവിക്കൊള്ളാതെ ഫ്രാൻസുമായി അടുക്കുന്ന കാഴ്ചയാണ് നാം കുറച്ച് വർഷങ്ങളായി കാണുന്നത്. ഫ്രാൻസിൽ നിന്ന് നിരന്തരം എനിക്ക് തോന്നുന്നു 6 മാസത്തിലൊരിക്കൽ ഒരു കരാറിൽ ഏർപ്പെട്ടതായി നാം വാർത്തകൾ ഇപ്പോൾ പത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ആരുമായിട്ട്? ഈ ഫ്രാൻസുമായിട്ട്. അതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നീക്കം തുടർച്ചയായി തന്നെ ഉണ്ടാകുന്നത്? ഇപ്പോൾ നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ റഷ്യയും അമേരിക്കയും തമ്മിൽ പിരിയുമ്പോഴത്തേക്കാണ് ലോകം ഒരു ബൈപ്പോളാർ വേൾഡിലോട്ട് പോയത്. ഇപ്പോൾ ഈ ഒരു അടുത്ത കാലം വരെയും അതൊരു ബൈപ്പോളാർ വേൾഡായിട്ട് തന്നെയാണ് നിലനിന്നിരുന്നത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഒന്നാവുകയും യൂറോ എന്ന് പറയുന്ന ഒരു കറൻസി ലോകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കറൻസി ആവുകയും ചെയ്തതോടെ അമേരിക്കയുടെ ശക്തിക്ക് ക്ഷയം സംഭവിച്ചു എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ബ്രിട്ടൻ ആദ്യം യൂറോയുടെ ഭാഗമായെങ്കിലും അവർ യൂറോയിൽ നിന്ന് മാറി. അപ്പോൾ ഈ ബ്രിട്ടനും ആ യൂറോയിൽ നിന്ന് മാറുന്നതിന് ഒരു കാരണം അമേരിക്കയുടെ ഒരു കുത്തിത്തിരിപ്പായിരുന്നു. അപ്പോൾ ലോകത്തപ്പം പ്രധാനപ്പെട്ട 3 ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത് റഷ്യ, അമേരിക്ക, ഇപ്പോൾ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ബ്രിട്ടൻ പാരമ്പര്യമായിട്ട് അമേരിക്കയുടെ കാര്യം പഴയ ബ്രിട്ടീഷ് കുടിയേറ്റക്കാരാണല്ലോ അമേരിക്കയിൽ, അതുകൊണ്ട് അവർ തമ്മിൽ പൈതൃകപരമായിട്ടുള്ള ബന്ധവും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ പോലും ഇന്ത്യ 70കളിൽ തന്നെ ആദ്യമായിട്ട് യുദ്ധവിമാനങ്ങൾ കൈക്കലാക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ ഫ്രാൻസ് ആ സമയത്തല്ല, ഈ അടുത്ത കാലം വരെ ഒരു അമേരിക്കയുടെ ഒരു സൗഹൃദ രാജ്യം എന്നുള്ള രീതിയിൽ അമേരിക്കയുടെ യെസ് രാഷ്ട്രമായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 10-15 വർഷത്തോളമായിട്ട് ഫ്രാൻസിന് അമേരിക്കയുടെ ഒരു മേധാവിത്വം സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് ഈ യുദ്ധവിമാനങ്ങളെ പറ്റിയിട്ടാണ്. യുദ്ധവിമാനങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് യുദ്ധവിമാനങ്ങളുടെ എൻജിൻ ഒരു വലിയൊരു പ്രോബ്ലമുള്ള ഒരു ടെക്നോളജിയാണ്. നമ്മൾ ഇത്രയും വർഷം നമ്മൾ വളരെ വിശ്വസ്തമായിട്ട് നമ്മൾ റഷ്യയുടെ കൂടെ നിന്നപ്പോൾ പോലും അവരൊരു വിമാനത്തിൻ്റെ ടെക്നോളജി, ഒരു യുദ്ധവിമാനത്തിൻ്റെ എൻജിൻ്റെ ടെക്നോളജി നമുക്ക് തന്നിട്ടില്ല. നമ്മൾ മിക്കവാറും ടെക്നോളജികളെല്ലാം തന്നെത്താനെ വികസിപ്പിച്ചെടുക്കുകയാണ്. ഇന്ത്യ തന്നെത്താനെ ഒരു വിമാന എൻജിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട് അത് ഒരിടവും എത്തിയിട്ടില്ല. അത് 50 വർഷത്തോളമായിട്ടും അത് ഇപ്പോഴും ഒരു പരാജയപ്പെട്ട ഒരു സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലോട്ട് അവിടെ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വിമാനത്തിൻ്റെ എൻജിനുകൾ ഇപ്പോൾ നമ്മൾ ഡ്രോണിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. കാര്യം അതൊരു ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തി നമുക്ക് ആ ഒരു എൻജിൻ എയർവർത്തിനെസ് നമുക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ പരാജയപ്പെടുമ്പോൾ, ഇത്രയും നമ്മൾ പരാജയപ്പെടുമ്പോൾ പോലും ആയിരക്കണക്കിന് കോടി രൂപ റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. റഷ്യ നമ്മളെല്ലാ ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിലും നമ്മളെ സഹായിച്ചിട്ടുള്ള രാജ്യം തന്നെയാണ്. നമ്മളൊരു ഏറ്റവും അടുത്ത സുഹൃത്തും തന്നെയാണ്. പക്ഷേ ടെക്നോളജിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് അവിടുത്തെ രാഷ്ട്രീയം വേറെ, രാഷ്ട്രീയ നേതാക്കൾ വേറെ, മിലിറ്ററി ടെക്നോളജി വേറെ. മിലിറ്ററി ടെക്നോളജിയിൽ ഇന്ത്യയെ ഏറ്റവും പാപ്പരായിട്ട് നിർത്തേണ്ട ഒരാവശ്യം റഷ്യയുടെ തന്നെയാണ്. കാര്യം റഷ്യയുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നത് വരെ അവർ നമ്മൾ തമ്മിലുള്ള ഇടപാട് നടക്കുന്നുള്ളൂ. അത് നമ്മളത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റഷ്യയുടെ വരുമാനം കുറയുമെന്ന് പേടിച്ചിട്ട് പ്രധാനപ്പെട്ട വിമാനങ്ങളുടെ ടെക്നോളജി ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഇവൻ MiG-29 പോലും ഇന്ത്യയെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സഹായിച്ച് നമ്മൾ ലൈസൻസോടെ നമ്മൾ HAL ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫുൾ ടെക്നോളജി തന്ന് നമുക്കത് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ നമ്മളിപ്പം നമ്മളൊരു 10-15ഓളം സ്ക്വാഡ്രൻ്റെ കുറവ് നമുക്കിപ്പോൾ തന്നെ ഉണ്ട്, നിലവിൽ തന്നെ. ഈ സ്ക്വാഡ്രൻ്റെ കുറവ് നമുക്ക് ഉണ്ടാവില്ലായിരുന്നു. MiG-21 നമ്മൾ ഫേസ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും പകരം ഒരു വെപ്പൺ ഇല്ലാതെയാണ് നമ്മൾ MiG-21നെ നമ്മൾ സീ ഓഫ് ചെയ്തത്. അപ്പോൾ ഈ സമയത്തൊന്നും റഷ്യ നമ്മളെ സഹായിച്ചില്ല. ഇനി അഥവാ നമ്മൾ വാങ്ങുകയാണെങ്കിൽ തന്നെ എൻജിൻ തരാൻ GE കമ്പനി തയ്യാറാണ്. പക്ഷേ അവരുടെ സമയത്തിനേ തരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തേജസിൻ്റെ പ്രോജക്റ്റ് എല്ലാം വെള്ളത്തിൽ കിടക്കുകയാണ്. കാര്യം ലോകത്ത് യുദ്ധവിമാനത്തിൻ്റെ എൻജിൻ ഉണ്ടാക്കുന്ന കമ്പനികളിൽ ഒന്ന് GE ആണ്, അമേരിക്കൻ കമ്പനി. പിന്നെ ഒന്ന് സഫ്രാൻ എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിയാണ്. പിന്നെ റോൾ റോയ്സ് പോലുള്ള കമ്പനികളുണ്ട്. എന്നാലും അമേരിക്കയും ബ്രിട്ടനും ഒക്കെയാണ് ഇതിൻ്റെ ഒരു കുത്തക വച്ചേക്കുന്നത്. റഷ്യ നമ്മളെ ടെക്നോളജി ആയിട്ട് അടുപ്പിക്കുന്നില്ല എന്നൊരു അവസരം വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രാൻസിനെ, കാര്യം ഫ്രാൻസ് നമ്മുടെ 1998 തന്നെ അവർ ഒരു നയതന്ത്രപരമായിട്ടൊരു ഡ്രിഫ്റ്റ് അവർക്കുണ്ടായി. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം നമ്മുടെ ആണവ പരീക്ഷണത്തെ തുടർന്ന് നമ്മളെ ഉപരോധിച്ചപ്പോഴത്തേക്കും ഫ്രാൻസ് ആ ഉപരോധത്തിന് തയ്യാറായില്ല. കാര്യം നമ്മുടെ പല ന്യൂക്ലിയർ റിയാക്ടേഴ്സും
അതിൻ്റെ ഫ്യൂലും എല്ലാം നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ ഫ്രാൻസിൽ നിന്ന് വളരെ ഒരു സിമ്പതറ്റിക് ആയിട്ടുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് ഫ്രാൻസിൽ നിന്ന് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. അതിന് പലപ്പോഴും അമേരിക്കയെ അനോയ് ചെയ്യാൻ പോലും അവർ മടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനി പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടെ ഫ്രാൻസുമായിട്ടുള്ള നയതന്ത്രം ഒന്ന് പൊടിതട്ടിയെടുക്കുകയും അത് വളരെ സുദൃഢമാക്കുകയും ഏറ്റവും അടുത്ത ഇന്ത്യയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് രാജ്യം എന്നുള്ളൊരു സ്റ്റാറ്റസ് ഫ്രാൻസിന് കൈവരികയും നമ്മുടെ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നമ്മുടെ പിന്നാക്ക വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അസ്ത്ര വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ പല വെപ്പൺസും വാങ്ങാൻ അവർ തയ്യാറാണ്. കാര്യം അവിടെ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ചീപ്പായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കാനും അവർക്ക് കൊടുക്കാനും സാധിക്കുന്നു. നമ്മുടെ പൊസിഷനിലാണെങ്കിലും ക്വാളിറ്റിയിലാണെങ്കിലും ഒക്കെ അവരുടെ സ്റ്റാൻഡേർഡിൽ നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ആയുധം ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിച്ചതല്ലാതെ റഷ്യ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിച്ചതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഇത് വൺ വേ ട്രാഫിക് ആയിരുന്നു ഇത്രയും കാലം നടന്നത്. അപ്പോൾ ഫ്രാൻസുമായിട്ട് നടക്കുന്നത് വൺ വേ ട്രാഫിക് അല്ല. ഇപ്പോൾ തന്നെ ഈ റഫാലിൻ്റെ 114 വിമാനങ്ങളുടെ ഇന്ത്യൻ എയർഫോഴ്സ് ക്ലിയർ ചെയ്തിട്ട് പോലും മിനിസ്റ്റർ കഴിഞ്ഞ 3 മാസമായിട്ട് ക്ലിയർ ചെയ്തിട്ടില്ല. കാര്യം മിനിസ്റ്റർ പറഞ്ഞത് സ്നേഹമൊക്കെ ശരി തന്നെ, ആവശ്യം ശരി തന്നെ, പക്ഷേ ഇന്ത്യ അവർക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് തിരിച്ച് നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ വിമാനം മാത്രമല്ല, വിമാനം നമുക്ക് എല്ലായിടത്തും കിട്ടും. പകരം അവർ വച്ചിരുന്ന ഒരു കണ്ടീഷൻ ആ തുകയ്ക്കുള്ള അല്ലെങ്കിൽ അതിന് സമാനമായ തുകയ്ക്കുള്ള വെപ്പൺസ് അവർ ഇന്ത്യയിൽ നിന്ന് വാങ്ങണം, ഇല്ലെങ്കിൽ അത് ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് നിർമ്മിക്കണം. ഇപ്പം വലിയ യാത്രാ വിമാനങ്ങളുടെ തന്നെ കോൺട്രാക്റ്റുകൾ കൊടുക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇന്ത്യയിൽ ഇത്ര പെർസെൻറ്റ് അതിൻ്റെ 60% എങ്കിലും ആത്മനിർഭർ ഭാരതിൽ വരണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വ്യത്യാസം കൊണ്ട് പ്രത്യേകിച്ച് സഫ്രാൻ ഇന്ത്യയിൽ വരാൻ തയ്യാറായതോടെ എയർബസ് തയ്യാറായി. ഇന്ത്യയിൽ ഒത്തിരി വലിയ ഭീമന്മാർ ഡിഫൻസ് ഇൻഡസ്ട്രിയിലോട്ട് കടന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും വലിയ ഒരു മാറ്റം. കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടായ ഒരു മാറ്റമാണ്. ടാറ്റയുടെ അഡ്വാൻസ് ടെക്നോളജീസ് അവരുണ്ട്, റിലയൻസിനുണ്ട്, അദാനിക്കുണ്ട്, ഗോദ്രജിനുണ്ട്, LNTക്കുണ്ട്. അങ്ങനെ നമുക്ക് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ എല്ലാ ഭാരത് ബോർജിനുണ്ട്. ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ എല്ലാ പ്രധാന ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം, പ്രൊഡക്ഷൻ ഹൗസുകളെല്ലാം ഡിഫൻസ് ഇൻഡസ്ട്രിയിലോട്ട് കാലെടുത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു വ്യത്യാസമായിട്ട് നമ്മൾ കണക്കാക്കാം. അടുത്ത 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഗ്ലോബൽ ഡിഫൻസ് ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ വാങ്ങിയ വിമാനങ്ങൾ മുഴുവൻ, ചൈനയിൽ നിന്ന് വാങ്ങിയ വിമാനങ്ങൾ മുഴുവൻ ഈ സംഘർഷം നടക്കുമ്പോൾ തറയിൽ കിടക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നീക്കം നമുക്ക് ഫ്രാൻസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല. അവിടെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇല്ല. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഈ ലോകത്ത് യുദ്ധവിമാന എഞ്ചിൻ ഉണ്ടാക്കുന്ന അമേരിക്കയും റഷ്യയും ഫ്രാൻസും കഴിഞ്ഞ പിന്നെ യുദ്ധവിമാന എഞ്ചിനുകൾ ഉണ്ടാക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് ചൈനയാണ്. ചൈനയുടെ പല യുദ്ധവിമാനത്തിൻ്റെ ടെക്നോളജിയും ചൈന റഷ്യയ്ക്ക് കൊടുത്തതാണ്. അപ്പം ഇന്ത്യയും റഷ്യയുമായിട്ട് നമ്മുടെ കയ്യിലുള്ള സൗഹൃദത്തിൻ്റെ പുറത്തും നമുക്ക് ഒരു കല്ലുകടിയായിട്ട് അല്ലെങ്കിൽ ഒരു തോൺ ഇൻ ദ ഫ്ലഷ് എന്ന് പറയുന്ന രീതിയിൽ നമ്മളെ ഇടയ്ക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്നുള്ള രീതിയിൽ റഷ്യയുമായിട്ട് സൗഹൃദം നടിക്കുകയും ഇന്ത്യ എതിർക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യ സോവിയറ്റ് യൂണിയനെ ആയിട്ട് സൗഹൃദം ഉണ്ടാകുമ്പോൾ പോലും സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിലുള്ള സൗഹൃദം നമ്മളെ പലപ്പോഴും വലയ്ക്കുന്നു. ഇപ്പം റഷ്യയുടെ തന്നെ ഇപ്പോൾ നമ്മൾ പല വിമാനങ്ങളും നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങാത്തതിൻ്റെ കാര്യം Su-57 തന്നെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ചെയ്യാം, ഞങ്ങൾ 1000 കോടി രൂപ ചിലവാക്കി ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ലൈൻ ഉണ്ടാക്കാം, ഇന്ത്യക്ക് ടെക്നോളജി തരാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്ത്യ വേണ്ടാന്ന് പറയുന്നത് അവരുപയോഗിക്കുന്നത് ഇപ്പോഴും പല ചൈനീസ് സെമി കണ്ടക്ടേഴ്സാണ്, ചൈനീസ് പാർട്സുകളുണ്ട്. ഈ ചൈനീസ് ഉപയോഗിക്കുന്ന പാർട്സുകൾ പോലും ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റിൽ ഒരു IC പോലും ചൈനീസ് IC പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. IC പോലും പിന്നെ നമ്മുടെ മൊബൈൽ ടെക്നോളജിയുടെയും പ്രൊഡക്ഷൻ എല്ലാം ഇന്ത്യൻ ആക്കി കഴിഞ്ഞു. കാര്യം ചൈന എന്തെങ്കിലും ഒരു ടെക്നോളജി ലോകത്ത് എവിടെയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് അവർ ഇതിൻ്റെ കൂടെ സ്പൈ വർക്കിന് ഉപയോഗിക്കും. അവർക്ക് ഇക്കാര്യത്തിൽ യാതൊരു എത്തിക്സും ഇല്ലാത്തൊരു രാജ്യമാണ്. അപ്പോൾ റഷ്യ ഇന്ത്യക്ക് തരുന്ന എല്ലാ സാധനങ്ങളും ചൈനയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ S-400 ചൈനയ്ക്കും ഉണ്ട്, S-500 അവർ ഡെവലപ്പ് ചെയ്തിട്ട് ആദ്യം ചൈനയ്ക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് വേണ്ടാന്നും ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മൾ സ്വന്തമായിട്ട് സുദർശൻ ചക്ര എന്ന് പറയുന്ന S-400 രീതിയിലുള്ള സാധനം ഉണ്ടാക്കുമെന്ന് പറയുന്ന കാര്യം റഷ്യയെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. Su-57 അവർ നമുക്ക് തരും, നാളെ ചൈനയ്ക്ക് കൊടുക്കും. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളല്ല, ഞങ്ങൾ തമ്മിൽ കൊടുക്കും. നോർത്ത് കൊറിയയ്ക്ക് കൊടുക്കും.
ഇവർക്ക് കൊടുക്കുന്ന സാധനം നമുക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് റഷ്യയോടുള്ള എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ, ഊഷ്മളമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ, മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ട്രംപ് വെറും ഫ്രണ്ട് എന്ന് പറയുമ്പോൾ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പുടിൻ പറയുമ്പോഴത്തേക്കും ഇവരെയൊക്കെ ഫ്രണ്ടായിട്ട് നിർത്തിക്കൊണ്ട് അതിനേക്കാളും വലിയ ഫ്രണ്ടാണ് ഞങ്ങൾ, ഒരു മനസ്സും ഒരു ശരീരമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് തന്നെയാണ് ഇമ്മാനുവൽ മക്രോണുമായിട്ട് നമ്മുടെ നരേന്ദ്രമോദിജി കഴിഞ്ഞ ദിവസം കാണിച്ചത്. കാരണം അവരെല്ലാം സുഹൃത്തുക്കളാണ്, പക്ഷെ വിശ്വസിക്കാൻ പറ്റിയ സുഹൃത്തുക്കളല്ല രണ്ടുപേരും. പക്ഷേ വിശ്വസിക്കാൻ പറ്റിയ സുഹൃത്ത് ഫ്രാൻസ് ആണെന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രത്തിലുണ്ടായ ഒരു ഡ്രിഫ്റ്റ് നമ്മൾ കാണിക്കുന്നത്. മാത്രമല്ല മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാര്യം അത്രയും വിശ്വാസം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവുകയും താല്പര്യങ്ങൾ തമ്മിൽ സമാനതകൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടാണ് അങ്ങനെയുള്ള മാറ്റങ്ങളിലോട്ട് ഇന്ത്യ പോകാൻ സാധിക്കുന്നത്. നമ്മൾ റഷ്യയായിട്ടും അമേരിക്കയായിട്ടൊക്കെ നമ്മൾ സൈനിക എക്സസൈസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ സൈന്യത്തിനകത്തോട്ട് നമ്മൾ അവരെ പ്രവേശിപ്പിക്കുന്നത്, നമ്മൾ പലർക്കും ട്രെയിനിങ് കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 45ഓളം രാജ്യങ്ങൾക്ക് ഇന്ത്യ മിലിറ്ററി ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവരുടെ സൈനികർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരുമായിട്ടൊക്കെ ഒരു കൃത്യമായിട്ടൊരു അകലം നമ്മളെന്നും പാലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഫ്രാൻസുമായിട്ട് നമ്മൾ ഇപ്പോൾ ഇടപെടുമ്പോഴത്തേക്ക് ആ എല്ലാ നിയന്ത്രണങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞ് രണ്ട് ഒറ്റ രാഷ്ട്രീയം, ഒരു നമ്മുടെ ട്വിൻ കൺട്രി ആയിട്ട് നമ്മൾ ഫ്രാൻസിനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ചും ഡിഫൻസ് രംഗത്തും ന്യൂക്ലിയർ രംഗത്തും. ന്യൂക്ലിയർ നമുക്ക് ഫ്യൂവലൊക്കെ എപ്പോഴും തരുന്നത്, ന്യൂക്ലിയർ ഫ്യൂവലിനൊക്കെ നമുക്ക് ക്ഷാമം നേരിട്ടപ്പോഴത്തേക്ക് തന്നിരുന്നത് ഫ്രാൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു നാച്ചുറൽ ബെനിഫിഷ്യറി എന്നുള്ള രാജ്യം എന്നുള്ള രീതിയിൽ. പിന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുമായിട്ട് എന്തുമാത്രം ബന്ധം സൂക്ഷിക്കുന്നുണ്ടോ അത്രയും അകലം പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും ഫ്രാൻസ് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതേസമയം ഇന്ത്യ എന്നുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഫ്രാൻസ് നിൽക്കുന്നത് പോലെ ഒരിക്കലും അമേരിക്ക നിൽക്കുന്നില്ല. അമേരിക്ക ചൈനയ്ക്കെതിരായിട്ട് ഇന്ത്യയുടെ കൂടെ നിൽക്കും, പക്ഷേ പാകിസ്ഥാൻ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരായിട്ട് നിൽക്കും. ചൈനയെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ അനുകൂലിക്കും, പാകിസ്ഥാനെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ എതിർക്കും. അങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് ടെക്നോളജിയാണ് അമേരിക്കയ്ക്കുള്ളത്. റഷ്യ അതുപോലെ തന്നെയാണ്. ചൈന അനുകൂലിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ എതിർക്കും, ഇന്ത്യ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ അനുകൂലിക്കും. ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളില്ലാത്ത, അതായത് നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള രണ്ട് ശത്രുക്കളായ ചൈനയും പാകിസ്ഥാനുമായിട്ട് പ്രത്യക്ഷ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ഒരു രാജ്യം എന്നുള്ള രീതിക്കാണ് നമ്മൾ ഫ്രാൻസിനെ കാണുന്നത്. ഈയിടയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രിട്ടനും ചൈനയായിട്ട് പോലും ഒരുപാട് അടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും വലിയ ലീനേജ് ഇല്ലാത്ത, നിലപാടുകളിൽ വ്യത്യാസം വരുത്താത്ത ഒരു രാജ്യം എന്നുള്ള രീതിക്കും സൈനിക ഉപകരണങ്ങളുടെയും യുദ്ധ ഉപകരണങ്ങളുടെയും ഒരു ഏറ്റവും വിലപ്പെട്ട നിർമ്മാതാവ് എന്നുള്ള രീതിയിലും ഇന്ത്യയും ഫ്രാൻസുമായിട്ടുള്ള സൗഹൃദം വളരെ ദൃഢമാവുകയാണ്. അത് കാലങ്ങളോളം നിലനിന്നേ പറ്റുള്ളൂ. ഇന്ത്യയുടെ നിലനിൽപ്പിന് ഫ്രാൻസിൻ്റെ ടെക്നോളജി വളരെ അത്യാവശ്യമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഫ്രാൻസിന് ഇന്ത്യയുടെ പല ടെക്നോളജിയുടെ ആവശ്യമുണ്ട്. കാര്യം സ്പേസ് ടെക്നോളജിയിൽ ഫ്രാൻസ് ഇതുവരെ ഇന്ത്യയുടെ അടുത്ത് എത്തിയിട്ടില്ല. അപ്പോൾ ആ ടെക്നോളജി ഫ്രാൻസിനും ഇന്ത്യയിൽ നിന്ന് പല ആവശ്യങ്ങളുണ്ട്. ആർട്ടിലറിയുടെ പല ഉപകരണങ്ങളും അവർക്ക് ഇന്ത്യയിൽ നിന്ന് ആവശ്യമുണ്ട്. അവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നതിനേക്കാളും വളരെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ കൃത്യതയോടെ ഇന്ത്യയിൽ നിന്ന് അസ്ട്ര, പിനാക്ക, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവർക്ക് ഇന്ത്യയിൽ നിന്നും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഡിഫൻസ് ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിൽ ഏകദേശം തുല്യമായിട്ട് പോകത്തക്ക രീതിയിൽ. അതുകൊണ്ടാണ് നമ്മൾ $3.5 ലക്ഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ $3.5 ബില്യൺ ഒരു പാക്റ്റ് നമ്മൾ ഇന്ത്യയും ഫ്രാൻസുമായിട്ട് ഒപ്പിടേണ്ടി വന്ന ഒരു കാര്യം. കരാർ ഒപ്പിട്ടെങ്കിലും ഇനി അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാനുണ്ട്. മാത്രമല്ല ഈ 114 റഫാൽ വിമാനങ്ങൾ മാത്രമല്ല, മിലിറ്ററിക്ക് വേണ്ടിയിട്ട് വേറെ നേവിക്ക് വേണ്ടിയിട്ട് അഡീഷണൽ M സീരീസ് വേറെ വാങ്ങുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ 5th ജനറേഷൻ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെക്നോളജിയും അതിൻ്റെ എൻജിനും ഫ്രാൻസുമായിട്ട് ചേർന്നുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഫ്രാൻസുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞു. ഇനിയും മുമ്പോട്ട് പോകാനേ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.